ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിലാണ്. ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയായിരിക്കും, 5 ബറോ കൂടിയതാണ് ന്യൂയോർക്ക് സിറ്റി. അതിൽ നിന്ന് നമ്മൾ മെയിനായിട്ടുള്ള മാൻഹട്ടനിലാണ് നമ്മളിന്ന്. അപ്പോൾ ഈ കാണുന്നതാണ് മാൻഹട്ടൻ ബ്രിഡ്ജ്, സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഇതിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 7 ലൈൻ നമുക്ക് വണ്ടികൾക്ക് പോകാനായിട്ടുള്ള 7 ലൈനുണ്ട്. 4 സബ്വേ ട്രാക്കുകളുണ്ട്. ഇത് മാൻഹട്ടനെയും ബ്രൂക്ലിനെയും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ്. ഈസ്റ്റ് റിവറിൻ്റെ മുകളിൽ കൂടെ പോകുന്നൊരു ബ്രിഡ്ജാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കാണുന്നതാണ് ബ്രൂക്ലിൻ. തൊട്ടടുത്ത് തന്നെയാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ നമ്മൾ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രൂക്ലിൻ ബ്രിഡ്ജിനെ ഞാൻ കൂടുതൽ ഞാൻ പരിചയപ്പെടുത്താം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസ് ഭാഗത്താണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. ഇപ്പോൾ ഇത് FDR ഡ്രൈവ് എന്നാണ് ഇതിനെ പറയുക, മനസ്സിലായി. ഈ റിവർ സൈഡിൽ കൂടെയുള്ള ഈ FDR ഡ്രൈവിൽ കൂടെയുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ സംഭവം, മനസ്സിലായി. അപ്പോൾ ഇതിനെക്കുറിച്ച് പോകുമ്പോഴാണ്, ഇപ്പോൾ ഏകദേശം റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഓഫീസ്. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ്, മനസ്സിലായി. അപ്പോൾ നമ്മളിവിടെ ഉച്ചയ്ക്ക് അപ്പോൾ ഇരിക്കുന്നത് തന്നെ ഇവിടെ അടുത്താണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഉള്ള ആ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മാറാനായിട്ടുള്ളൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് മാറാനായിട്ട് ഒട്ടും താല്പര്യമില്ല. ചില സമയത്ത് സ്നോക്ക് കാണുമ്പോൾ തോന്നും മാറാം, പക്ഷേ ന്യൂയോർക്ക് സിറ്റീനെയൊക്കെ ഒന്ന് ഓർത്ത് അതിൻ്റെ ലൈഫും അതിൻ്റെ ഒക്കെ ഒന്ന് കാണുമ്പോൾ നമുക്ക് മാറാനായിട്ട് തോന്നില്ല. ഓക്കെ, അങ്ങനെ ഇപ്പം നമ്മൾ കിടക്കാൻ പോകുന്നതാണ് ഒരു അണ്ടർപാസ്സാണ്, ബാറ്ററി പാർക്ക് അണ്ടർപാസ് എന്ന് പറയും ഇത്. അപ്പോൾ ഈ അണ്ടർപാസിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനി കയറാൻ പോകുന്നത് WTCയുടെ ഫ്രണ്ടിലാണ്, മനസ്സിലായി. WTCയുടെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ അത് വേറൊരു ലോകമാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഈ അണ്ടർപാസിൻ്റെ മേലുള്ളതാണ് ബാറ്ററി പാർക്ക്. അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാർക്കാണ്, നല്ല രസമാണ്. അവിടെ നിന്നാണ് കുറേ ക്രൂസുകളും കുറേയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ അവിടെയാണ് മെയിനായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വേറൊരു ദിവസം കവർ ചെയ്യാം. കാരണം അതിമനോഹരമാണ് ആ സ്ഥലം. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, മനസ്സിലായ. ഇനി ഇപ്പോൾ നമ്മളിത് എത്തുന്നു. ഇപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിമനോഹരമായിട്ട് പുതിയ വൺ വേൾഡ് ട്രേഡ് സെൻറ്റർ കാണാം. അപ്പോൾ നമ്മളങ്ങനെ WTCയുടെ അടുത്തെത്തിയേക്കാണ്. ഇതാണ് വൺ വേൾഡ് ട്രേഡ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ അതുപോലെ ഇതിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബസ് ഉണ്ടല്ലോ, ഇതാണ് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് എന്ന് പറയും. അത് ഇവിടുത്തെ ന്യൂയോർക്ക് സിറ്റിയിലെ ടൂറിസ്റ്റ് ബസ്സാണ്. നമുക്കിതിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പാക്കേജുകളുണ്ട്. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഇറങ്ങാം. അതുപോലെ ഇവരുടെ അടുത്ത ബസ് വരുമ്പോൾ നമുക്കതിൽ കയറി പോകാം, മനസ്സിലായി. അപ്പോൾ അതിങ്ങനെ എപ്പോഴും സിറ്റി കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒരു എണ്ണത്തിന് തന്നെയായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ചുരുക്കം. അതുപോലെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ WTC എത്തനേക്കാളും തൊട്ട് മുമ്പാണ് റൈറ്റ് സൈഡിൽ പഴയ WTC ഉള്ളത്, മനസ്സിലായി. അത് രണ്ടും പോയി. അപ്പോൾ പഴയ WTC അത് അവർക്ക് അവരുടെ ഒരു ഓർമ്മയായിട്ട് അവർ അവിടെ ഒരു സ്മാരകം പോലെ ഇപ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ടൂർ ഇപ്പോൾ FDR ഡ്രൈവിലോട്ട് കയറാൻ പോവാണ്. FDR ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഈസ്റ്റ് റിവറിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു ഓൾമോസ്റ്റ് 10 മൈൽ നീളമുള്ളൊരു ഫ്രീ വേ ആണെന്ന് പറയാം. ഫ്രീ വേ ആണ് അത്. FDR എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ് FDR ഡ്രൈവ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുമാത്രമല്ല, മാൻഹട്ടനിലെ നൈറ്റ് ലൈഫും ഷോപ്പിങ്ങും എൻ്റർടൈൻമെൻറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേൾഡ് ഫേമസ് ആണ്. അത് പിന്നെ ഈ 42nd സ്ട്രീറ്റ്, ടൈം സ്ക്വയർ, ഈ പറയുന്ന ടൈം സ്ക്വയർ, ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ന്യൂയോർക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ, കാരണം അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല പോകാനായിട്ടും ഇവിടുന്ന് മാറാനായിട്ടൊക്കെ ആർക്കും വലിയ ഇഷ്ടമൊന്നും കാണില്ല. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂയോർക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രീറ്റും അവന്യൂ ആയിട്ടാണ് ഇത് തിരിച്ചേക്കുന്നത്. അപ്പോൾ ഈ സ്ട്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ടാണ് സ്ട്രീറ്റ് കൗണ്ട് ചെയ്യുന്നത്. അതുപോലെ അവന്യൂസ് ആണെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലോട്ടും. ഓക്കെ, അപ്പോൾ അതുപോലെ 5th അവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു സെൻട്രൽ ഡിവൈഡിങ് ലൈൻ എന്ന് പറയുന്നത് 5th അവന്യൂ ആണ്. 5th അവന്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5th അവന്യൂവിലാണ് ഈ പറയുന്ന
ഫേമസ് ആയിട്ടുള്ള എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്, അതുപോലെ ഫ്ലാറ്റ്റോൺ ബിൽഡിങ്, റോക്ക്ഫെല്ലർ സെൻറ്റർ, ന്യൂയോർക്കിലെ പബ്ലിക് ലൈബ്രറി എല്ലാം അതുള്ളത് ഫിഫ്ത്ത് അവന്യൂവിലാണ്. മാത്രമല്ല ഇതിൻ്റെ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റും ഈ ഫിഫ്ത്ത് അവന്യൂവിലെ 49 തൊട്ട് 60th സ്ട്രീറ്റ് വരെയാണ് ഈ ഫേമസ് ആയിട്ടുള്ള ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ് വരുന്നത്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ മാൻഹട്ടൻ്റെ നോർത്ത് തൊട്ട് സൗത്ത് വരെ കംപ്ലീറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ചെയ്യുന്നതാണ് ഈ ഫിഫ്ത്ത് അവന്യൂ. ബാക്കിയെല്ലാം ചെറുതാണെന്ന് പറയുന്നത്. ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബെസ്റ്റ് ഷോപ്പിംഗ് സ്ട്രീറ്റും എല്ലാ സംഭവം വരുന്ന റീറ്റെയിൽ സ്പേസും എല്ലാം വരുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ഫിഫ്ത്ത് അവന്യൂ ആണ്. അപ്പോൾ ഒരു ടൂറിസ്റ്റൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഫിഫ്ത്ത് അവന്യൂയിലേക്കാണ്ട് പോവുക. ഫിഫ്ത്ത് അവന്യൂയിലാണ്ട് എത്തി അതുവഴി അങ്ങോട്ട് ഒരറ്റത്ത് അങ്ങോട്ട് പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാൻഹട്ടന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അവന്യൂ സ്ട്രീറ്റായിട്ടാണ് തിരിച്ചേക്കണതെന്ന്. 11 അവന്യൂ ആണുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഈസ്റ്റിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 11 അവന്യൂ ഉണ്ട്. അതുപോലെ തന്നെ 214 സ്ട്രീറ്റുകളുണ്ട്. ഭയങ്കരമല്ലേ ഇത്രയധികം സ്ട്രീറ്റും അവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്ന് കാണണം, എന്നാലേ നമുക്കതിൻ്റെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ ഈ FDR ഡ്രൈവിൻ്റെ താഴെ കൂടെ നമുക്ക് ബൈക്കിന് പോകാനായിട്ട് പ്രത്യേക ഒരു വഴിയുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേഴ്സിയിൽ നിന്നും ഇപ്പോൾ ന്യൂയോർക്കിൽ തന്നെ പല സൈഡിൽ നിന്ന് ആളുകൾ വന്നിട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് ഈ ബൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സൈക്കിളാണ് ഉദ്ദേശിക്കുന്നത്, ബൈസിക്കിള്. അപ്പോൾ അത് വെച്ചിട്ട് അതിന് വേറെ പ്രത്യേകിച്ച് ട്രാക്ക് ഉണ്ട് ന്യൂയോർക്കിൽ. അത് ഭയങ്കര രസം, പല സിറ്റികളിലും കാണുമായിരിക്കും. അപ്പോൾ ഈ ട്രാക്കിൽ കൂടെ ഒരുപാട് എനിക്ക് തോന്നുന്നു 25 മൈലൊന്നുമല്ല, അതിൽ കൂടുതലൊക്കെ ദൂരം സൈക്കിൾ ചവിട്ടി പോകുന്ന ആൾക്കാരുണ്ട്, ബൈക്ക്. നമുക്കെന്ന് വെച്ചാൽ എനിക്കിവിടെയൊക്കെ വന്ന് ഇങ്ങനെ നിന്ന് കാണണം, ഡ്രൈവ് ചെയ്താൽ മാത്രം പോരാ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബൈക്ക് എടുത്ത് വന്നാലും നമുക്ക് ഈ സൈഡ് വ്യൂ ഒക്കെ എന്ന് വെച്ചാൽ വെള്ളമാണല്ലോ, വെള്ളം നമുക്ക് എന്താണെങ്കിലും നമുക്ക് ഈ റിവറും കടലും എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നടക്കാൻ ഇറങ്ങും, മനസ്സിലായി. പിന്നെ അത് മാത്രമല്ല ഓഫീസിൻ്റെ ബാക്കിൽ ഇനിയിപ്പോൾ വരുമ്പോൾ ഞാൻ കാണിച്ചില്ല, അവിടെയാണ് നമ്മുടെ പ്രസിഡൻറ്റും. ട്രംപിനെ പല പ്രാവശ്യം ട്രംപ് അവിടെ വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് നമുക്ക് അവരുടെ ഫേസ് കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്, മനസ്സിലായ. അപ്പോൾ അതാണ് അവിടുത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ നമ്മൾ അതുപോലെ ബ്രൂക്ലിനിലോട്ട് നമ്മൾ കയറാൻ പോവാണ്. അപ്പോൾ FDR വഴി വരുമ്പോൾ ഇതിലെ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് മേലേക്ക് കയറാൻ. അപ്പോൾ അവിടെ തിരക്ക് തന്നെയാണ്. അവിടെ ഇത് ഇപ്പം 2 ലെയറായിട്ടാണ് ഇത് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ബൈസിക്കിൾ ലൈനും പിന്നെ പെഡസ്ട്രിയൻസ് നമുക്ക് നടന്ന് ബ്രൂക്ലിൻ കാണാനും അവിടെ അതൊക്കെ ഒന്ന് സിറ്റി വ്യൂവും എല്ലാം ഒന്ന് എൻജോയ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ അതാണ് ഒരു ലെവല്. അടുത്ത ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറുകൾക്ക് പോകാനായിട്ടുള്ള ലെവല്. പിന്നെ ട്രക്കും ബസ്സൊന്നും അതുവഴി പോവില്ല എന്നുള്ളത്. ട്രക്കും ബസ്സൊക്കെ അപ്പുറത്തെ മാൻഹട്ടൻ ബ്രിഡ്ജിൽ കൂടെയൊക്കെയാണ് പോവുക. അപ്പോൾ നമ്മൾ ബ്രൂക്ലിൻ ബ്രിഡ്ജിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജിന് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അത് ഒരുപാട് ഒരു 160 വർഷത്തോളം പഴക്കം കാണണം ബ്രൂക്ലിൻ ബ്രിഡ്ജ്. അവിടെ ഒരുപാട് സിനിമകൾ ബോളിവുഡ് സിനിമകൾ ഏറ്റവും ഫേമസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൽഹോനഹോ ഷൂട്ട് ചെയ്തത് ഇവിടെയാണല്ലോ. അതിൽ ചിലപ്പോൾ ഒരു പാട്ടുണ്ടല്ലോ ഷാരൂഖ് ഖാൻ്റെ. അപ്പോൾ ആളിവിടെ നിന്നിട്ട് ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ ഇങ്ങനെ ചാരിയൊക്കെ നിന്നിട്ട് ഇങ്ങനെ ആടുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട്. അതെപ്പോഴും നമുക്ക് പോസ്റ്ററിലും എല്ലാവരും പല സ്ഥലത്തും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് വരുന്നത് തന്നെ നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. പിന്നെ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ കഴിഞ്ഞ് നമ്മൾ ബ്രൂക്ലിനിലോട്ട് കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമുക്കിപ്പോൾ കാരോസൽ ഉണ്ട്, അതുപോലെ കുറേ ഐസ്ക്രീം കമ്പനി ഉണ്ട് അവിടെ, ഐസ്ക്രീം ഫാക്ടറി.
പിന്നെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ സ്ഥലമാണ്. ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പാർക്കിംഗ് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അത് വലിയൊരു തലവേദനയാണ്. പക്ഷേ നമുക്ക് പൈസ കുറവാണ്. ഇപ്പോൾ മറ്റേ ട്രെയിനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ പൈസ കുറവാണ്. ട്രെയിനിൽ വരുന്നതാണ് ഏറ്റവും സൗകര്യം. പൈസ പ്രശ്നമില്ലാത്തവർക്ക് ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി, കാരണം എല്ലാവിടെയും ഉണ്ട് ഈ സബ്വേ, മനസ്സിലായി. അപ്പോൾ ഇതിന് മുകളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല രസമായിട്ടാണ്. ഈ സൈഡിലാണ് ഇപ്പോൾ നടക്കാനുള്ള വഴി സൈഡിൽ. അപ്പോൾ ഇതാണ് ഫേമസ് ആയിട്ടുള്ള ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ഇതിലൂടെ 3 ലൈനുണ്ട്, ഓരോ സൈഡിലോട്ട് 3 ലൈനാണ് ആക്ച്വലി, മനസ്സിലായി. അപ്പോൾ പിന്നെ ഇതിൽ ട്രെയിനില്ല, സബ്വേ ഇല്ല, അതാണ് വേറൊരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഹാങ്ങിങ് ബ്രിഡ്ജല്ലേ, സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അപ്പോൾ 10-21 ആനേനെയൊക്കെ കൊണ്ടൊക്കെ നടത്തിച്ചായിരുന്നു ഇതിൻ്റെ ഉറപ്പ് അത്രയും സ്ട്രോങ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പണി കഴിഞ്ഞ സമയത്ത് 10-21 ആനേനെ കൊണ്ടൊക്കെ നടത്തിച്ചിട്ടാണ് ഇതിന് അത്രയ്ക്കും ഉറപ്പുണ്ടെന്നൊക്കെ തെളിയിച്ചെന്നൊക്കെ പറയുന്നു അന്ന്. ഏത് 1869 അത് 1869 തുടങ്ങി 83 അങ്ങോട്ടാണ് ഇത് പണി കഴിഞ്ഞത്. പിന്നെ അതുപോലെ ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജിന് പല പല പേരുകളുണ്ടായിരുന്നു പറയുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതല്ല ഇതിൻ്റെ ഫസ്റ്റത്തെ പേര്. അപ്പോൾ നേരത്തെ വേറെ വേറെ പല പല പേരിലൊക്കെയാണത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മാൻഹട്ടൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂജേഴ്സി, അടുത്ത സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂക്ലിനാണ്. ന്യൂജേഴ്സിയുടെ സൈഡിലുള്ളതാണ് ഹഡ്സൺ റിവറും, അടുത്ത സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ് ഈ പറഞ്ഞ ബ്രൂക്ലിൻ. ഈ ബ്രൂക്ലിനും മാൻഹട്ടനും ഇടയ്ക്കുള്ള റിവറിനെ പറയുന്നതാണ് ഈസ്റ്റ് റിവർ. ഈസ്റ്റ് റിവറിനെ ക്രോസ് ചെയ്യുന്നതാണ് ഈ മെയിനായിട്ട് ഈ ബ്രൂക്ലിനും മാൻഹട്ടൻ ബ്രിഡ്ജും. പിന്നെ അവിടെ വേറെ കുറേ ബ്രിഡ്ജുകളൊക്കെ ഉണ്ട്, വേറെ ടണലുണ്ട്. മൊത്തം വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 21 ബ്രിഡ്ജ് 15 ടണലുമാണ് മാൻഹട്ടനായിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ ഒരു ഐലൻഡിലോട്ട് വരുന്നൊരു സംഭവം ഒന്ന് ആലോചിക്കുകയാണ്. ആ ഒരു മാൻഹട്ടൻ ഐലൻഡിലോട്ടുള്ളതാണ് 21 പാലും 15 ടണലും. അപ്പോൾ ഇത്രമാത്രം വണ്ടികളും സംഭവം വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല റവന്യൂ ആണ്. ഇപ്പോൾ ഇങ്ങോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പൈസയാണല്ലോ, അപ്പോൾ എല്ലാത്തിനും നല്ല ടോളാണ്. അപ്പോൾ നിങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ബ്രൂക്ലിൻ ബ്രിഡ്ജ് കാണാത്ത ആൾക്കാരില്ലെന്നാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ടീഷർട്ടാണെങ്കിലും എന്താണെങ്കിലും ബ്രൂക്ലിൻ നമുക്ക് എഴുതി വെച്ച് കാണാമല്ലോ. അപ്പോൾ ഇതാണ് ഈ കാണുന്ന ചരിത്ര സ്മാരകമായ ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പിന്നെന്താ ബ്രൂക്ലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അമേസിങ്, ഇത്ര തന്നെ, വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് പറയുന്നു. അതല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമുക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ സിറ്റി ലൈഫ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് സിറ്റി ലൈഫ് ഇഷ്ടമാണെങ്കിലും നമുക്കത് ഒരു അഫോർഡബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരം നിന്നിട്ട് നമുക്ക് ജോലി ചെയ്യാനൊക്കെ വരാമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കാണാം, ആദ്യമൊക്കെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വഴി തെറ്റും. ആദ്യമല്ല, രണ്ടാമതൊന്നാലും മൂന്നാമതൊന്നാലൊക്കെ വഴി തെറ്റും. അതൊക്കെ സ്വാഭാവികം അല്ലേ? ഇത്ര വലിയ സിറ്റിയിൽ വഴി തെറ്റാതെ വണ്ടി മാപ്പ് ഉണ്ടായാലും ചില സമയത്ത്, കാരണം നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് മാറാൻ ലൈൻ ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മനസ്സിലായി. ഇതിപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. അവിടെ കുറച്ച് അവിടെ ഒന്ന് പോയി ഒന്ന് കറങ്ങി അവിടെ. പിന്നെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ക്ക് ഷാക്ക് കഴിച്ചിട്ടുണ്ടോ? ഷെയ്ക്ക് ഷാക്ക് നല്ല അടിപൊളി ഫുഡാണ്. നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് കാലിഫോർണിയയിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് പരിചയപ്പെടുത്തുക. എപ്പോഴും വരുമ്പോൾ നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിൽ ഇപ്പോൾ ടൈം സ്ക്വയറിലോട്ട് നടന്നു പോകുമ്പോൾ കാണാം ഈ ഷെയ്ക്ക് ഷാക്ക്. ഇത് ഞാൻ വേറൊരു വീഡിയോ എടുക്കാം ഷെയ്ക്ക് ഷാക്കിൻ്റെ, കാരണം എനിക്ക് അത്രയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും ഭയങ്കര തിരക്ക് കാണാം. അപ്പോൾ നമുക്കറിയില്ല ഷെയ്ക്ക് ഷാക്ക് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവൻ വന്നിട്ടാണ് നമുക്ക് ഓക്കെ ഇവിടെ കയറണം, അത് ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞ് കയറി. പിന്നെ നമ്മളതിന് അഡിക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് അഡിക്റ്റൊന്നുമല്ല, പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കും, മനസ്സിലായോ? ഇപ്പോൾ ബർഗർ പോലെയൊക്കെ തന്നെയാണ് സംഭവങ്ങൾ, പക്ഷെ അതിൻ്റേതായ വേറൊരു ടേസ്റ്റാണ്. ഓക്കെ, ഇത് ഇനി ഒരു ദിവസം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറിലാണ്. സമ്മറും കൊറോണയും മാറിയിട്ട് നമുക്ക് നല്ല വീഡിയോ അപ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആക്ച്വലി. കാരണം ഇതല്ലെങ്കിൽ ഇപ്പോൾ ആളുകളുണ്ടാവും. അപ്പോൾ പിന്നെ ഇപ്പോൾ തണുപ്പാണ്. ഈ രണ്ട് കാരണം കൊണ്ട് നമുക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക്
വീട്ടിലിരുന്നൊക്കെ അതുപോലെ ബോറടിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് പുറത്തിറങ്ങാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ ഇവിടേക്കൊക്കെ വരും. പിന്നെ ഓഫീസൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഒരു വർഷമായില്ലേ, അന്ന് വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ കുറച്ച് വീഡിയോ എടുത്തു. ചില വീഡിയോകളൊക്കെ കാണണം, വളരെ അതിമനോഹരമാണ്. ഇപ്പോൾ ഇതിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ഈ വീഡിയോ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം നൈറ്റ് വ്യൂ ടൈം സ്ക്വയർ. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇപ്പോൾ തിരക്ക് കുറവാണ്. പക്ഷേ അതല്ലെങ്കിൽ എനിക്ക് അമേരിക്കയിൽ വന്നിട്ട് ഞാൻ അധികം സ്ഥലത്തൊന്നും പോയിട്ടില്ല. ഞാനിപ്പോൾ ന്യൂയോർക്കും പെൻസിൽവാനിയയും വിട്ട് ഞാൻ വേറെ എവിടെയും പോയിട്ടില്ല. പക്ഷേ ഈ വന്നതിൽ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഒന്ന് നയാഗ്ര വാട്ടർഫോൾസ്. ഒരു രക്ഷയില്ല, കിടിലം എന്ന് പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടതാണ് ന്യൂയോർക്ക് സിറ്റി. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അത് ന്യൂജേഴ്സിയാണ്, വേറൊരു സ്റ്റേറ്റാണ്. അപ്പോൾ ന്യൂയോർക്കിലുള്ള ആൾക്കാർ കൂടുതലും റെൻറ്റ് കുറവിന് വേണ്ടി താമസിക്കുന്ന ഒരു സ്ഥലമാണ്, ആ സ്റ്റേറ്റാണ് ന്യൂജേഴ്സി. ഞാനൊക്കെ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ കമ്മ്യൂട്ട് ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനുണ്ട്, ബസ്സുണ്ട്. ട്രെയിനാണ് കുറച്ചും കൂടി ഈസി. പിന്നെ കാറിലൊക്കെ കമ്മ്യൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ എക്സ്പെൻസീവാണ്. ടോള് വളരെ കൂടുതലാണ്. പിന്നെ പാർക്കിങ് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രെയിനാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഡൗൺ ടൗണിലെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഈ കോവിഡ് കാരണം കൊണ്ട് എല്ലാം സ്റ്റോപ്പായി പോയി. ഞാനിപ്പോൾ ഓഫീസിൽ തന്നെ വന്നത്, ഞാൻ ഓഫീസിൽ നിന്ന് തൊട്ട് വരില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ വന്നു കയറാം. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഒന്ന് വരാമെന്ന് വിചാരിച്ചിട്ടൊന്ന് വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ന്യൂയോർക്കിനെ ബേസ് ചെയ്തിട്ട് കുറേ വീഡിയോകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് വരും. ഇപ്പോൾ വരും ദിവസങ്ങളിൽ കുറച്ച് കാണാം. ഇനിയിപ്പോൾ ഇടയ്ക്ക് വരണ ഇവിടെ ഇപ്പോൾ വാക്സിനൊക്കെ ആയി. അപ്പോൾ ആളുകളൊക്കെ പുറത്തിറങ്ങി തുടങ്ങി. ഇവിടെ തന്നെ നോക്കിയാൽ കാണാം, ഒരുപാട് പേര് മാസ്ക് കണ്ടൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഈ ഹഡ്സൺ റിവർ ഉണ്ടല്ലോ, ഈ റിവറിലാണ് അന്ന് 2009 ഒരു US-ൻ്റെ ഒരു ഫ്ലൈറ്റ് എമർജൻസി ലാൻഡ് ചെയ്തു ഇതിൽ. അപ്പോൾ ഏകദേശം 100 യാത്രക്കാരോ അല്ല 150 യാത്രക്കാരോളം ഉണ്ടായിരുന്നതിൽ. പക്ഷെ ഒരു പ്രശ്നമില്ലാണ്ട് അതിസാഹസികമായി സുല്ലി എന്ന് പറയുന്നൊരു പൈലറ്റ് ആളത് വളരെ ഡീസൻ്റായിട്ട് ലാൻഡ് ചെയ്തു, എല്ലാവരും രക്ഷിച്ചു. അതുമായി ബന്ധപ്പെട്ടൊരു സിനിമ ഇറങ്ങിയായിരുന്നു, ഒരു ഹോളിവുഡ് സിനിമ. അത് സുള്ളി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ഒരു ഫിലിമുണ്ട്. അതും ഭയങ്കര കിടലാണ് കണ്ട. പിന്നെ കുറച്ച് പേടിക്കാവും ഫ്ലൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ കേട്ടോ. എല്ലാവർക്കും അല്ല, ചിലർക്ക്, എനിക്ക് അങ്ങനെയുള്ള ചിലർക്കൊക്കെ ചിലപ്പോൾ പേടിയാവും. ഇതാണ് ന്യൂജേഴ്സി. അപ്പം അടുത്ത സൈഡ് കാണുന്നത് ഭയങ്കര രസമാണ്. ആ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലും ഭംഗി, ഇവിടെ നോക്കിയാൽ അതിലും ഭംഗി. അത് അടുത്ത് പോയി കഴിഞ്ഞാൽ അതൊരു വേറെ ലെവലാണ്. അതിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഇവരിവിടെ ജോഗിങ് ചാടി നമുക്ക് ഇവിടെ അറിയാൻ പറ്റാണ്ടിരിക്കുകയാണ്. നടത്തു പറയുന്നത് പറഞ്ഞല്ലോ. ആ സൈഡിൽ കാണുന്നതാണ് ഈ റിവറിൻ്റെ, ഹഡ്സൺ റിവറിൻ്റെ അടുത്ത സൈഡിൽ നമ്മളിപ്പോൾ കാണുന്നതാണ് ന്യൂജേഴ്സി. അവിടെയാണ് ന്യൂ പോർട്ട്
ഹൊബോക്കലിലും മറ്റേ കൽഹോനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തമിഴ് തൃഷയുടെ ഒരു പടം വിനയത്താടി വരുവാള അങ്ങനെന്തോ ഒരു പടം, അതും ഇവിടെയൊക്കെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിയാണ് സിറ്റി. ചില സമയത്ത് നമുക്ക് ഇവിടെ നല്ല ഈ വമ്പൻ ഷിപ്പുകൾ കാണാം. അത് ഇവിടെയാണോ അതോ ഈസ്റ്റ് റിവറിൻ്റെ സൈഡാണോ? ഇവിടെ ഒരു സൈഡിൽ ഇവിടെയാണ് തോന്നുന്നു. ഇവിടെയാണ് ഇവിടെ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിങ്ങൾക്ക് കാണാം. അത് പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിക്ക് ആ ഈ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വെതറിലും അതിൻ്റേതായ ഭംഗിയുണ്ട്. ഇപ്പോൾ വിൻ്ററാണ്, വിൻ്ററിലും സംഭവം കിടുക്കനാണ്, സമ്മറിലും കിടുക്കനാണ്, ഫോൾസ് ആണെങ്കിൽ കളർഫുള്ളോട് കളർഫുൾ. മനസ്സിലായ ഇത് എങ്ങനെ വന്നാലും ഏത് സമയത്തും സിറ്റി കിടില. പിന്നെ വിൻ്ററിൽ തണുപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ തണുപ്പിനെ ഇപ്പോൾ ജാക്കറ്റും സംഭവങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളി തന്നെ. പിന്നെ ഇപ്പോൾ ഇവിടെ ബാക്കി ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ തണുപ്പത്തും ചെറിയ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അവരിപ്പോൾ ഓടാനൊക്കെ പോകണതാണ്. ഇപ്പോൾ ജോഗിങ്ങിന് വേണം ഒരുപാട് ആൾക്കാർ. സമ്മതിക്കണം, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റി അല്ലേ. അപ്പോൾ ഭയങ്കര ചിലവാണ്, നമുക്കൊന്നും താങ്ങില്ല ഇവിടെ. നമുക്കൊക്കെ വന്ന് കണ്ട് ഇങ്ങനെ പോവാം. അല്ലാതെ ഒരു 1 BHK തന്നെ ഒരു 4000 അത് മേലെയൊക്കെ വരും റെൻ്റ് തോന്നുന്നു. ഇപ്പോൾ ഈ വൺ വേൾഡ് ട്രേഡ് സെൻറ്ററിന് അറിയോ വേറൊരു പേരുണ്ട്, ഫ്രീഡം ടവർ എന്ന് പറയും. ഇത് ലോവർ മാൻഹട്ടനിലാണ്. അതുപോലെ 6th tallest ആണ്, വേൾഡിലെ 6th tallest ബിൽഡിംഗ് ആണ്. ഇത് ആർക്കിടെക്റ്റ് ഡേവിഡ് ചൈൽഡ്സ് ആണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ്. സെയിം മറ്റേ ബുർജ് ഖലീഫ ദുബായ് ഇതിൻ്റെ സെയിം ആർക്കിടെക്റ്റാണ്. 3.9 ബില്യൺ സ്പെൻഡ് ചെയ്ത് 2014 പണി കഴിഞ്ഞ് ഓപ്പൺ ആക്കിയതാണെന്നാണ് പുതിയ WTC. ഇതാണ് ഫെറി. അപ്പോൾ ഒരു ഫെറി സ്റ്റേഷനോ ജെട്ടി എന്നൊക്കെ പറയില്ല നമ്മുടെ നാട്ടിൽ, അതാണിത്. അപ്പോൾ ഇവിടെയാണ് മറ്റേ ബോട്ടുകളൊക്കെ വരും, ഫെറി വരും. മറ്റേ ജേഴ്സിയിൽ നിന്നും മറ്റേ അപ്പർ മാൻഹട്ടനിൽ നിന്നും മിഡ് ടൗണിൽ നിന്നും എല്ലായിടത്തും വന്ന് യാത്രക്കാർ ഇവിടെ ഓഫീസിലോട്ടൊക്കെ ആളുകൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഫെറി സർവീസ്. ഫെറി, സബ്വേ, ബസ്, കാറ്. ഫ്ലൈറ്റ് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, ഫ്ലൈറ്റും കാണാതിരിക്കും. അപ്പോൾ ഇതൊക്കെ നല്ല കുഴപ്പമില്ല, കൊള്ളാം. എനിക്കിവിടെ എന്ത് കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ടൊന്നും ഞാൻ വിവരിക്കാൻ പോകണില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു ബോറായിട്ട് തോന്നും. ഇതും ചിലപ്പോൾ ബോറായിട്ട് തോന്നുന്നുണ്ടാവും, വലിയ സംഭവമൊന്നും ഞാൻ പറയില്ല. ഓക്കെ, ഇനി ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ക്രൂസുകളൊക്കെ ഇടുന്നൊരു സ്ഥലമാണിത്. ഓക്കെ, അപ്പോൾ അത് നമുക്കിപ്പോൾ കാണാം. ഇപ്പോൾ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ അതുപോലെ അറ്റത്ത് കാണുന്നതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇവിടെ ഫെറിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകാൻ പറ്റും. മനസ്സിലായി? അത് പിന്നെ ജേഴ്സിയിൽ നിന്നും ഒരു ലിങ്കൺ പാർക്കോ എന്തുകൊണ്ട് അതിൻ്റെ അടുത്ത്, അവിടെ നിന്നും ഇത് വളരെ ക്ലോസ് ആണ്, വളരെ അടുത്ത്. ഇപ്പോൾ ശരിക്കും മൊത്തം കാര്യമാണ്.
പ്രൈവറ്റ് ക്രൂസൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ പ്രൈവറ്റ് ക്രൂസൊക്കെ ഇപ്പോൾ ആൾക്കാരുടെ അടുത്ത് പോയി കാണും. എന്താണ് കാറ്റമറ, ഇത് കാറ്റമറ, പിന്നെ യാച്ചുകളൊക്കെ